ആസന്ന മരണത്തിനായി കാത്തിരിക്കുന്ന ഭഗവതോത്തമനായ പരീക്ഷത്തിനെ അനുഗ്രഹിച്ച് യാത്രയാക്കാൻ ധർമ്മമറിയുന്നവനും സാക്ഷാൽ ഭഗവാൻ തന്നെയായ ശുഗബ്രഹ്മർഷി ഗംഗാതീരത്ത് എത്തിച്ചേർന്നു. അപ്പോൾ പരീക്ഷിത്ത് ശുഗബ്രഹ്മർഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അവിടെയാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത്. ചോദ്യം ഇപ്രകാരമായിരുന്നു: മരണമടുത്തിരിക്കുന്ന ഒരാൾ അനുവർത്തിക്കേണ്ട നേരായ മാർഗം എന്താണ് എന്ന് ഉപദേശിച്ചു തന്നാലും. പരീക്ഷത്തിന്റെ വിനയത്തോടുള്ള ചോദ്യം കേട്ട് ശുഗബ്രഹ്മർഷിക്ക് വളരെയധികം സന്തോഷമായി. അദ്ദേഹം രാജാവിനെ അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു: രാജാവേ, അങ്ങയുടെ ചോദ്യം വളരെ ശ്രേഷ്ഠമായതാണ്. സർവസുഖഭോഗങ്ങളിൽ നിന്നും വിരക്തനായി ഭഗവത് കഥകൾ മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങേക്ക് നാരായണ മഹിമയെപ്പറ്റി കേൾക്കാൻ അർഹതയുണ്ട്. അത് അങ്ങേക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങ് ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങയെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവനും ഭാവിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. നിർഗുണ ബ്രഹ്മനിഷ്ഠനാണെങ്കിലും ദേവതുല്യമായ ശ്രീമദ് ഭാഗവതമെന്ന ഈ പുരാണം ഞാൻ എൻ്റെ പിതാവായ വേദവ്യാസനിൽ നിന്ന് അധ്യയനം ചെയ്തിട്ടുണ്ട്. ഹരിയുടെ നാമാനുകീർത്തനം എന്നത് കാമികൾക്കും വിരക്തന്മാരായ സാധകന്മാർക്കും സിദ്ധന്മാർക്കുമെല്ലാം അഭയം നൽകുന്നതാണ്, അതിവിശിഷ്ടവുമാണ്. ഈ കാര്യങ്ങളെല്ലാം സർവസമ്മതവുമാണ്. വരുന്ന 7 ദിവസങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും ശ്ലാഘ്യങ്ങളാക്കും വിധം അങ്ങേക്ക് ഞാൻ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശ്രീ ശുഗബ്രഹ്മർഷി കലികാലത്ത് ഈ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത്, സംസാര ദുഃഖത്തിൽ നിന്നും കരകയറാനായി അവർ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം പറഞ്ഞ് ഭഗവത് മാഹാത്മ്യത്തെ പറഞ്ഞുകൊണ്ടാണ് ശ്രീ ശുഗബ്രഹ്മർഷി ഭാഗവത കഥാകഥനം തുടങ്ങുന്നത്. ഈ ലോകത്ത് സാധാരണക്കാരായ ലൗകികരായ മനുഷ്യർ എപ്രകാരമാണ് ജീവിക്കുന്നത്? ഇന്ദ്രിയങ്ങൾ കൊണ്ടുത്തരുന്ന വിഷയങ്ങളിൽ ആസക്തരായി സംസാരബന്ധമാകുന്ന വലയിലകപ്പെട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. ജനനത്തിനും മരണത്തിനുമിടയിലുള്ള വളരെ ചുരുങ്ങിയ ജീവിതകാലത്ത് മനുഷ്യന് പഠിക്കേണ്ടതായി പലതുമുണ്ട്. എന്നാൽ ജീവിതകാലം പകുതിയും മനുഷ്യൻ ഉറക്കമായി കഴിയുന്നു. ബാക്കി പകുതിയിൽ അധിക ഭാഗവും ബാല്യവും യൗവനവും കൂടി കവർന്നെടുക്കുന്നു. ഇങ്ങനെ വിഷയാസക്തികളുടെ പുറകെ പോയി ഈ ജീവിതത്തിൽ തനിക്ക് നേടാവുന്നതെല്ലാം നേടിയെടുത്താലും എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഇല്ലെങ്കിലും മനുഷ്യൻ എപ്പോഴും ദുഃഖിതനാണ്. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നേടിക്കഴിയുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും. എന്നാൽ വീണ്ടും മനുഷ്യൻ ദുഃഖിക്കാൻ തുടങ്ങുന്നു. മനുഷ്യൻ അവന്റെ ചുറ്റും ഓരോ ദിവസവും മരണം കാണുന്നുണ്ട്. എന്നാൽ ഈ മരണം ഒരു ദിവസം തന്നെയും തേടിയെത്തും എന്നവൻ ചിന്തിക്കുന്നില്ല. ഈ ശരീരം ഒരിക്കൽ നശിച്ചു പോകേണ്ടതാണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല. ലൗകിക ഭോഗങ്ങളിലുള്ള ഈ ആസക്തി മൂലം ഓരോ നിമിഷവും താൻ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനുഷ്യൻ ഗൗനിക്കുന്നതേയില്ല. ആത്മസാക്ഷാത്കാര തത്വം എന്താണെന്ന് അവൻ അറിയുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ താൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാമാണ് യഥാർത്ഥത്തിലുള്ളത്. ഇതിൽ കവിഞ്ഞൊന്നും തനിക്ക് ഈ ജീവിതത്തിൽ നേടാനില്ല എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ വിഷയാസക്തികളുടെ പുറകെ പോയി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്ഷീണിതനായി അവശനായി കൊണ്ട് തനിക്ക് ഇതിൽ നിന്നെല്ലാം ഒരു മോചനം വേണം, ഈ സംസാര ദുഃഖത്തിൽ നിന്നും തനിക്ക് മുക്തനാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടത് ഭഗവത് സ്മരണ ഒന്നു മാത്രമാണ്. മറ്റുള്ള കാര്യങ്ങളിൽ മുഴുകി ഈശ്വരചിന്ത കൂടാതെ കാലം കഴിച്ചിട്ട് തൻ്റെ ജീവിതം വ്യർത്ഥമായി പോയി എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ബ്രഹ്മജ്ഞാനികളായ ഋഷിമാർ പോലും ഭഗവത് സ്തുതി പാടിക്കൊണ്ട് ആനന്ദിക്കുന്നു. ശ്രീ ശുഗബ്രഹ്മർഷി പറയുന്നു: ആത്മാർത്ഥതയോടെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഘട്വാങ്കൻ എന്ന ചക്രവർത്തിയെ പോലെ ഈ സംസാരത്തിൽ നിന്നും കരകയറാൻ ഒരു മുഹൂർത്ത നേരം മതി. സൂര്യവംശത്തിൽ ഘട്വാങ്കൻ എന്ന അതിശക്തനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരിക്കൽ അദ്ദേഹം ദേവാസുര യുദ്ധത്തിൽ അനേകം അസുരന്മാരെ കൊന്ന് ദേവന്മാരെ യുദ്ധത്തിൽ ജയിക്കാൻ സഹായിച്ചു. ഇതിൽ സന്തോഷിച്ച ദേവേന്ദ്രൻ
എന്തു വരമാണ് വേണ്ടത് എന്ന് രാജാവിനോട് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, തനിക്ക് ആയുസ് എത്രയുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അങ്ങയുടെ ജീവിതം ഒരു നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. ഇതറിഞ്ഞ ഗഡ്വാങ്കൻ ഉടൻ തന്നെ സ്വർഗം വിട്ട് കൊട്ടാരത്തിലെത്തി. തന്റെ സർവവും ഉപേക്ഷിച്ച് സർവചിന്തകളും വെടിഞ്ഞ് മനസ്സ് ഏകാഗ്രമാക്കി ഒരു നിമിഷം ധ്യാനനിരതനായി ഭഗവത് പദം പ്രാപിച്ചു. ശുഗബ്രഹ്മർഷി പറഞ്ഞു, പ്രിയ പരീക്ഷിത്തെ, അങ്ങേക്ക് ഈ സന്തോഷകരമായ ഉദ്യമത്തിന് തികച്ചും 7 ദിവസങ്ങൾ മുഴുവനുമുണ്ട്. ഭഗവത് സ്മരണയ്ക്ക് ഭഗവാനിൽ മനസ്സ് ദൃഢമാക്കാൻ അങ്ങയെ ഞാൻ സഹായിക്കാം.